ഹായ് കൂട്ടുകാരെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതൊരു നല്ല ചിക്കൻ കറി റെസിപ്പിയാണ്. പാലക്കിൻ്റെ ചിക്കൻ കറി കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ കറി കേട്ടോ. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് പാലക്കാണ് വേണ്ടത്. ഞാനിപ്പോൾ കെട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കഴുകി വാഷ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ അതാ കുക്ക് ചെയ്തെടുക്കുക. 2 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. ഇതൊന്ന് വെന്ത് കിട്ടി പെട്ടെന്ന് വേവും. പാലക്കിൻ്റെ ഇല അല്ലേ. അപ്പോൾ നമ്മളിതിലേക്ക് ആ ഗ്രീൻ കളർ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ടാണ് വേവിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ അത് ചെയ്യുക. അപ്പോൾ നല്ല പച്ച കളർ നമുക്ക് കിട്ടും. അപ്പോൾ കളർ നഷ്ടപ്പെടില്ല. അപ്പോൾ അതാ 2 മിനിറ്റ് ആയിട്ടുണ്ട്. 2 മിനിറ്റ് വെച്ചാൽ മതി, അത് പെട്ടെന്ന് വേവും. അപ്പോൾ അതൊന്ന് നമ്മളത് വെള്ളത്തൊന്ന് മാറ്റി വെക്കുക. ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയാണ്. ചൂടാറിയതിന് ശേഷം നമുക്കിത് പേസ്റ്റാക്കി എടുക്കാനുള്ള, അരച്ചെടുക്കാനുള്ള മിക്സിയിൽ കേട്ടോ. അപ്പോൾ ഇതാ ഇത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 1/2 കിലോ ചിക്കൻ വെച്ചിട്ടാട്ടോ തയ്യാറാക്കുന്ന ചിക്കൻ കറി. അപ്പോൾ ഇതാ 2 ഒനിയൻ എടുത്തിട്ടുണ്ട്, മീഡിയം വലുപ്പത്തിലുള്ള. ഒരു 4 പച്ചമുളകും, ഇതാ ഇഞ്ചി വെളുത്തുള്ളി. ഇത് ചെറിയ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കുക, ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. ഇത് 3 കൂടി ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെ എരിവ് കേട്ടോ ഇതിനുണ്ടാവുക. വേറെ മുളകൊന്നും നമ്മളതിൽ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മുളക് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാൻ 4 എണ്ണം എടുത്തത്, നല്ല എരിവുണ്ട് നമ്മൾ ആ പച്ചമുളകിന്. അപ്പോൾ അത് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇത് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. വെളിച്ചെണ്ണ തയ്യാറാക്കിയാൽ തന്നെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒനിയൻ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒനിയൻ ചെറുതാക്കി മുറിച്ചതിട്ട് കൊടുത്ത് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ അതിൽ തക്കാളി ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ഈ ഒനിയന്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം. പിന്നെ പാലക്കിൻ്റെ ഇലയാണ് മെയിനായിട്ട് ഇതിൽ ഉള്ളത് കേട്ടോ. അപ്പോൾ അതാ ഒന്ന് വഴന്നതിന് ശേഷം ഞാനിതിലേക്ക് ഉള്ളി വഴന്നതിന് ശേഷം ഇതാക്കി നമ്മൾ ആ പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ച പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ ഒരു പച്ചച്ചുവ ഒന്ന് മാറ്റണം. നമ്മൾ ആ വെളുത്തുള്ളിൻ്റെ ഇഞ്ചിൻ്റെ ഒക്കെ ഒരു പച്ചച്ചുവല ഒന്ന് മാറി വരുന്നത് വരെ 2 മിനിറ്റ് കൂടി ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു അടിപൊളി ചിക്കൻ കറി കേട്ടോ. വേറെ ഇതിലൊന്നും മസാലപ്പൊടി ഒന്നുമില്ല, ഗരം മസാലൻ്റെ പൊടിയേ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഞാൻ ചിക്കന് 1/2 കിലോയാണ് എടുത്തത്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചെറിയ പീസാക്കിയിട്ട് തന്നെ ഞാൻ എടുത്തിട്ടോ, വലിയ പീസാക്കി ഇട്ടിട്ടൊന്നുമില്ല. കാരണം അതിലേക്കൊക്കെ ചിക്കനിലേക്ക് ഇറങ്ങണമെങ്കിൽ ചെറിയ പീസാക്കി തന്നെ കറക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് നമ്മളൊന്ന് ഇതിലിട്ട് വഴറ്റിയെടുക്കുക. നമ്മൾ അതിലേക്ക് വൈറ്റ് കളറാവും, ചിക്കനൊന്ന് വൈറ്റ് കളർ ചേഞ്ച് ആകുന്ന വരെ ഒന്ന് നമ്മളതിലിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതിലേക്ക് തീരെ ഇപ്പോൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ നിങ്ങൾ. അപ്പോൾ ഇങ്ങനെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് കസൂരി മേത്തിൻ്റെ ഇലയുമാണ് ഇട്ട് കൊടുക്കേണ്ടത്. കസൂരി മേത്തിൻ്റെ ഇല എല്ലാവർക്കും കിട്ടും, സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും കേട്ടോ, പാക്കറ്റ് കിട്ടുന്നതാണ്. അതാണ് ഞാൻ ഇതിൽ ഇട്ടത് കേട്ടോ. അപ്പോൾ അതാ ഞാനിതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം കരിവേപ്പില നിങ്ങൾ ഇട്ട് കൊടുക്കണം കേട്ടോ, കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തോളി. എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ ഇവിടെ, അപ്പോൾ ഞാൻ കുറച്ചിട്ടത്. അപ്പോൾ ഇതൊന്ന് ഇതാ വൈറ്റ് കളറാകുന്നത് വരെ നമ്മളൊന്നിങ്ങനെ ഇളക്കിയിട്ട് ഇങ്ങനെ കൊടുക്കുക ചിക്കൻ ഇതിൽ. അപ്പോൾ ഇപ്പോൾ വൈറ്റ് കളറായി വന്നില്ലേ, അതാ ചിക്കനൊക്കെ ചേഞ്ചായി കളറ്. ഇനി നമുക്കിതിലേക്ക് ഞാൻ പറഞ്ഞ ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. പിന്നെ കസൂരി മേത്തി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ. കസൂരി മേത്തി ഒന്ന് നിങ്ങൾ കയ്യിലിട്ടിട്ടൊന്ന് ഞെരടിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ ഞെരടി എടുത്തതാണ്. അപ്പോൾ 1 ടീസ്പൂൺ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കുക. നല്ലൊരു സ്മെല്ല് വരും. നമ്മൾ ഈ കസൂരി മേത്തിൻ്റെ ഇല ഇതുകൂടി മസാല, നമ്മൾ ഗരം മസാല ഇട്ടിട്ട് ഇതിൽ ഇളക്കുമ്പോൾ അടിപൊളി ടേസ്റ്റായിട്ടോ ഈ കറിക്ക്, ഒന്നും പറയാനില്ല. അപ്പോൾ നമ്മളിത് ചിക്കനൊന്ന് കുക്ക് ചെയ്യാൻ വെക്കുക. വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ. ആ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ വെക്കുക. ഇനി നമ്മൾ ആ പാലക്കിൻ്റെ ഇല ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് അരച്ചെടുക്കുക. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾ അരച്ചെടുക്കുക കേട്ടോ. പിന്നെ ഞാനൊരു 10 അണ്ടിപ്പരിപ്പ് ഇതാ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതും നമുക്കൊന്ന് പേസ്റ്റാക്കി എടുക്കാനുള്ളതാണ് അണ്ടിപ്പരിപ്പ് കേട്ടോ. അപ്പോൾ അത് നമ്മളെ പാലക്കിൻ്റെ ഇല ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ പകുതി കുക്കായ ചിക്കന് 1/2 വേവായിട്ടുണ്ട് കേട്ടോ. അത് ഇതിലേക്ക് നമ്മൾ അരച്ചത് ഇട്ട് കൊടുക്കുക കേട്ടോ. പാലക്കിൻ്റെ ഇല അരച്ചത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇതിൽ വെള്ളമൊന്നും ഞാൻ ഒഴിച്ചില്ല, ആ ചിക്കനിൽ നിന്ന് വന്ന വെള്ളമാട്ടോ കാണുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇതോടെ ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് നമ്മളെ പരുവത്തിൽ കിട്ടും കേട്ടോ. പിന്നെ തേങ്ങാപ്പാലും വരുന്നതാണ്. അപ്പോൾ കറി ഒരു കുറുകിയ ചാറുള്ള കറിയാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഈ രീതിയിൽ. അപ്പോൾ അതാ ഇതിങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ അതാ നമ്മളെ പാലക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്, ചിക്കൻ കറി കേട്ടോ. ഇനി ഇതിലേക്ക് ഇതാ ഞാൻ ഉപ്പിൻ്റെ ഒരു കുറവുണ്ടായിട്ട് കുറച്ച് 1/2 ടീസ്പൂണിൻ്റെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്നുകൂടി മൂടി വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. ബാക്കി വേവൂടി വേവാണ്ട്. അപ്പോൾ വേവിച്ചെടുത്തിട്ട് നമുക്കിതിലേക്ക് കോക്കനട്ട് മിൽക്ക് പൗഡർ ഒഴിച്ച് കൊടുക്കാണ്ട്
പൗഡർ കലക്കിയാട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മിൽക്ക് പൗഡറിന് പറഞ്ഞത്. നിങ്ങൾ അതിൽ ഫ്രഷ് ഉണ്ടെങ്കിൽ ഫ്രഷ് കോക്കനട്ടിൻ്റെ തിക്ക് പാലൊഴിച്ച് കൊടുക്കുക. അതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാകുക കേട്ടോ. അപ്പോൾ ഞാൻ എന്താ നമ്മളെ കുതിർത്ത് വെച്ച അണ്ടിപ്പരിപ്പും 10 അണ്ടിപ്പരിപ്പും പിന്നെ ഞാൻ പറഞ്ഞില്ലേ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് യൂസ് ചെയ്തത്, മാഗിൻ്റെ ആട്ടം എടുത്തത്, അതും ഇട്ട് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കിയതാണ്. ഞാനിതിലേക്ക് നമ്മളെ തേങ്ങാപ്പാലും കശുവണ്ടി അരച്ചോടിയും നമ്മളെ ചിക്കൻ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ചിക്കൻ കറി ഇപ്പോൾ വെന്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ചിക്കൻ കറിയിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക, നമ്മൾ കശുവണ്ടി പേസ്റ്റ് ഒഴിച്ച് കൊടുത്തിട്ട് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ, പത്തിരിക്ക് പൊറാട്ടക്കും ഗീ റൈസിനൊക്കെ പറ്റിയ ഒരു റെസിപ്പി ആട്ടോ അത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകട്ടോ. അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക, ലൈക്ക് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ അതാ ഇതിലേക്ക് ലാസ്റ്റ് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്, ഒരു ചെറിയൊരു പീസ് കേട്ടോ. പിന്നെ അതിലേക്ക് ലാസ്റ്റ് ഗരം മസാലേൻ്റെ ഇത് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറി കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഞാൻ എന്താ ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വെക്കുക. എന്നിട്ട് തീ ഓഫാക്കിക്കളാം കേട്ടോ. ഒന്ന് തിളച്ച് വരുമ്പോൾ തീ അങ്ങ് ഓഫാക്കിക്കളണേ. കാരണം കൂടുതൽ നേരം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇത് തിളപ്പിക്കരുത് കേട്ടോ. അപ്പോൾ അതാ ഒന്ന് ഓഫാക്കിയിട്ട് മൂടി വെക്കുക. ഇനി ഒരു 2-3 മിനിറ്റ് മൂടി വെച്ചിട്ട് നിങ്ങൾ സെർവ് ചെയ്യുക. അത്രയേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ചിക്കൻ കറി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ കൂടുതൽ മസാലപ്പൊടി ഒന്നും ഇതിലിട്ടിട്ടില്ല, കാരണം നമ്മൾ മല്ലി, മുളക്, മഞ്ഞളൊന്നും ഇടാണ് ഉണ്ടാക്കിയ കറി കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് ഈ പാലക്കിൻ്റെ ചിക്കൻ കറി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസിലൊക്കെ അറിയിക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. കമൻസ് എന്തായാലും എഴുതി അറിയിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി റെസിപ്പിയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ഇനി നല്ല വീഡിയോസായിട്ട് വരുന്നുണ്ട്. നോമ്പിൻ്റെ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇനി അടുത്ത റെസിപ്പി ആയിട്ട് വരാം കേട്ടോ. ബായ്, അസ്സലാമു അലൈക്കും.